ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ഓർഗൻസയിൽ ആപ്ലിക് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. 3790 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ ഓർഗൻസ പോലെ അത്രയും ട്രാൻസ്പെറൻറ്റും അല്ല, നല്ലൊരു മെറ്റീരിയൽ. നമ്മൾ ഇങ്ങനെ ഉടുത്താൽ അതേപോലെ തന്നെ കിടക്കുന്ന ഒരു പാറ്റേൺ ആണ്. നല്ല ഒതുങ്ങി കിടക്കുന്ന ഓർഗൻസ സാരീസ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. വന്നിരിക്കുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്ക് വന്നിരിക്കുന്ന സാരി കേട്ടോ. ഇതിൻ്റെ ചെറിയൊരു ഡിഫറൻസ് കളറിലുണ്ട്. വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഒരു അല്പം കൂടെ ഡാർക്കാണ് അല്ലേ, അല്പം കൂടെ ഡാർക്കാണ്. ഇതേപോലെയാണ് അതിനകത്ത് എംബ്രോയ്ഡറി വർക്ക് ആൻഡ് ആപ്ലിക് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആട്ടോ. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് ഉടുത്താൽ നല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ. നമുക്ക് സാധാരണ ഓർഗൻസ സാരി പോലെ അത്രയും ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലും അല്ല. അപ്പോൾ ഇതാണ് മുന്താണിയിലേക്ക് വരുന്നത്. ബോഡിയിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ ആ ഒരു ആപ്ലിക് വർക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നിട്ട് പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ ലോവർ പോർഷനിലത് ഇങ്ങനെയാണ് ആപ്ലിക് വർക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോഴും നമുക്ക് പ്ലെയിൻ ബ്ലൗസ് വന്നിട്ട് ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ ഈ ഒരു ബ്ലൗസിൻ്റെ സ്ലീവിൽ ഈ ഒരു വർക്ക് കൊടുത്തിരിക്കുക. സ്ലീവിൽ ഇതേപോലെ ഒരു ഡബിൾ സ്കാലപ്പ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും. ഇതാണ് ഫസ്റ്റ് സാരി വരുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്ന. കളേഴ്സൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ്. ഉടുത്താൽ നല്ല ഒതുങ്ങിയിരിക്കുന്ന സാരീസാണ്. നമുക്ക് ബ്ലൗസൊക്കെ ഒരു പ്രിൻസസ് കട്ടൊക്കെ ആയിട്ട് തയ്ച്ച് വിട്ടാൽ നല്ല ഭംഗിയുള്ള സാരീസ്. ഇതാണ് കേട്ടോ ബ്ലൗസ് വരുന്നത്. ഇതാണ് കണ്ടോ ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിൽ ഡബിൾ അല്ല, ട്രിപ്പിൾ അല്ല, 1 2 3 4 4 സ്കാലപ്പ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 4 ലെയറായിട്ട് ഇങ്ങനെ സ്കാലപ്പ് വർക്ക്. നമ്മുടെ സാരിയുടെ എൻഡിലെല്ലാം ഇതേപോലെ ഡബിൾ സ്കാലപ്പ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന സാരീസാണ്. ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ടോൺ. ഇതാണ് ഫസ്റ്റ് സാരി വരുന്നത്, പേസ്റ്റൽ ഗ്രീൻ ടോൺ. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡ്. ഇതേപോലെ ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡ്. പൗഡർ ബ്ലൂ നല്ല ഭംഗിയുള്ള കളേഴ്സും നല്ല സാരിയാട്ടോ. പൗഡർ ബ്ലൂ ഷെയ്ഡ്. ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് 3760 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലേക്ക് വരുന്ന സാരി. ഗോൾഡൻ യെല്ലോ. ഇത് ക്യാരി ചെയ്യാൻ ഭയങ്കര ലൈറ്റ് വെയ്റ്റുമാണ്. നല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലും ആട്ടോ. സാധാരണ ഓർഗൻസ എന്ന് പറയുമ്പോൾ ഒതുങ്ങി കിടക്കുമെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്. ഇത് അങ്ങനെയല്ല, നല്ല ഒതുങ്ങി കിടക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇതൊരു ലാവൻഡർ അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു പിങ്ക്. നല്ല ഭംഗിയുള്ള പിങ്കാണ്. ഒരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനും അല്ലാതെ ഉപയോഗിക്കാനും ഒക്കെ നല്ല സാരീസാട്ടോ. ഇത് വരുമ്പോൾ ഒരു ബേജിൻ്റെ അല്പം ഒരു ഡാർക്കർ ടോണിലേക്ക് വരും. ഉണ്ടോ, എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ്. ഫങ്ഷനൊക്കെ കൊടുക്കാൻ ഇങ്ങനെ പാർട്ടി വെയർ നമ്മുടെ കസവ് ഉള്ളതോ അങ്ങനെയൊന്നും വേണ്ടാന്നുള്ളവർക്ക് നല്ലൊരു ഐറ്റം ഇത്. എന്നാൽ ആ റേഞ്ചാണെങ്കിലും നമുക്ക് ആ ഒരു 3700 ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന സാരീസാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്